അതെ സർ, ഇത് തന്നെയാണ്. എന്താ സാറേ? ആരതിയുടെ അവളെ ഇങ്ങോട്ട് വിളി. ആരതി, ഇങ്ങോട്ടൊന്ന് വന്നേ. ആരതി, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ആരതി, എന്റെ കട ഇവര് പൂട്ടിച്ചു. എത്ര പേരാണ് ആശുപത്രി കിടക്കുന്നതെന്നറിയൂ? നിങ്ങളെ വിശ്വസിച്ചല്ലേ ഭക്ഷണം ഉണ്ടാക്കി ഏൽപ്പിച്ചേ? ചന്ദ്രേട്ടാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഒരുമാതിരി തോന്നിയാസം പറയരുത്. നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ ഞാൻ ഇടിയപ്പം വാങ്ങിയത്? അത് കഴിച്ചിട്ടാ ആപത്തുണ്ടായത്. ഇനി ഞാൻ ആരോടൊക്കെ സമാധാനം പറയണം? ആരെങ്കിലും ചത്തുപോയാ നിങ്ങൾക്കെന്താ അല്ലേ? ചന്ദ്രേട്ടാ, ഇവര് നന്നായിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നോട് പറയണ്ട, ദാ ഇവരോട് പറഞ്ഞു. നിങ്ങളുടെ ലൈസൻസ് എവിടെ? സാർ, അത് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ ഫുഡ് ഉണ്ടാക്കി വിതരണം ചെയ്യാമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ചോദിച്ചത് കേട്ടില്ലേ? സർ, സർ, ലൈസൻസിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്. ഇയാൾക്ക് മാത്രമാണോ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അതോ വേറെ ഏതെങ്കിലും ഹോട്ടലുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല സർ, ഇവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സാറേ, എന്റെ മോശം സമയത്തിനാ ഞാൻ ഇവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ഞാൻ വിചാരിച്ചു വീട്ടിനകത്താണല്ലോ, അപ്പൊ വൃത്തിയായിട്ട് ചെയ്തു തരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാ. അതിപ്പോ എനിക്ക് കുരിശായി. ലൈസൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഫുഡ് വാങ്ങിയത് നിങ്ങളുടെ കുറ്റമാണ്. കേട്ടല്ലോ, ആരതിക്ക് തൃപ്തിയായല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കോ എന്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാ എല്ലാത്തിനെയും കൂടി കൊന്നുകളയും ഞാൻ. ചന്ദ്രേട്ടാ, മിണ്ടാരിടാ. സാറേ, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. എവിടെയാ നിങ്ങൾ പാചകം ചെയ്യുന്നത്? അവിടെയാ. വാ. സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് പോലെ ഞങ്ങൾ ചെയ്തത്. അതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വേറെ ആരാ നിങ്ങളുടെ കൂടെ ഉള്ളത്? നന്ദിനി. അവളുടെ വീട് കുറച്ച് ദൂരെയാ. എവിടെയായാലും അവരെയും കാണണം.
നിങ്ങളിവിടെ വാ. സർ സർ, നന്ദിനിയെ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അങ്ങോട്ട് ചെന്നാ അവിടെ എന്താ കുഴപ്പം? സാറേ, നന്ദിനി പത്മ മേഡത്തിന്റെ മരുമോളാ. ഈ ഫാക്ടറീസ് ഒക്കെ ഉള്ള പത്മ മേഡം. നന്ദിനി ഇവിടെ ജോലിക്ക് വരുന്നത് സത്യത്തിൽ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ പുരാണമെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അവരെ കാണണം, ചോദിക്കാനുള്ളത് ചോദിക്കുകയും വേണം. പ്ലീസ് സർ, ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. അവളുടെ അവസ്ഥ കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിലേ ഈ പോലീസുകാരെ വിട്ട് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അയ്യോ സാറേ, അതൊന്നും വേണ്ട. ഞങ്ങളും കൂടി വരാം. എങ്കി വാ. ആ പിന്നെ ഒരു കാര്യം, മേലിൽ കൃത്യമായ ലൈസൻസ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കരുത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളുടെ നില അനുസരിച്ചായിരിക്കും നിങ്ങൾക്കെതിരെയുള്ള നടപടി. നിങ്ങൾ അങ്ങോട്ട് വരണമെന്നില്ല. ആ സാറേ, എന്റെ കഞ്ഞിയില സാറേ ഇവളുമാര് മണ്ണ് വാരിയിട്ടത്. ഇവളെ ഒന്നും വെറുതെ വിടരുത്. ആരതി, ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ നീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചന്ദ്രേട്ടന്റെ കുടുംബത്തിലെ ഒരാളായി എന്നെ കാണണമെന്ന്. ആ നീയാ എല്ലാം തീർത്തു കളഞ്ഞത്. എന്നാ ശരി, എല്ലാവരും വരൂ. വാ.